ബഹുമാനപ്പെട്ട MLA ശ്രീമതി ഗീത ഗോപി, പ്രിയങ്കരനായ സത്യേട്ടൻ, യോഗത്തിൻ്റെ അധ്യക്ഷനായ ശ്രീവത്സൻ അന്തിക്കാട്, സജീവേട്ടൻ, ഇങ്ങനെ അന്തിക്കാട് എന്ന സർനെയിം പേരിനൊപ്പം ഉള്ള നിരവധി ആളുകൾ ഈ പാനലിലുണ്ട്. അവരെ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഈ നാട്ടുകാരനല്ലാത്ത ഞാൻ പരിചയപ്പെടുത്തുന്നത് അനുചിതമായിരിക്കും എന്നുള്ളതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ശ്രീ വിനയ് ഫോർട്ടിനെയും ടൊവിനോ തോമസിനെയും ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ 2 വാക്കുകളിൽ പരിചയപ്പെടുത്താം. 1 വർഷം മുമ്പായിരുന്നു ഈ ചടങ്ങ് നടന്നിരുന്നത് എങ്കിൽ ഇത് ഒരുപക്ഷെ ആവശ്യമുണ്ടാകുമായിരുന്നു. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റർ ഫിഗർ ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 2 ചെറുപ്പക്കാരെയും എൻ്റെ സുഹൃത്തും സഹോദരനുമായ സജീവേട്ടൻ്റെ പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംരംഭത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അതിൻ്റെ അണിയറയിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. വിനയിനെ ഒരു ചലച്ചിത്ര നടനാകുന്നതിന് മുൻപ് തന്നെ എനിക്കറിയാം. അന്ന് അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖല. പ്രശസ്ത നാടക സംവിധായകനായ TM എബ്രഹാമിൻ്റെ ഒരു നാടകക്കളരിയിൽ വെച്ചാണ് ഞാൻ വിനയനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപക്ഷെ എബ്രഹാം സാറിൻ്റെ ഒരു സഹായി എന്ന നിലയിലാണ് അദ്ദേഹം അവിടെ വന്നത്. ഏതൊരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു അന്ന് വിനയനുണ്ടായിരുന്നത്. അന്ന് തന്നെ ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്തും ശരീരത്തിലും നിറഞ്ഞൊഴുകിയിരുന്ന ഊർജം, പ്രസരിപ്പ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പൂനെയിലെ പ്രശസ്തമായ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അന്ന്. അവിടെ അഭിനയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ലോകധർമ്മി എന്ന പേരിൽ എറണാകുളത്തുള്ള നാടക സംഘവുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ആളാണ് വിനയ്. ഇപ്പോഴും അദ്ദേഹത്തിന് നാടക പ്രവർത്തകരുമായും നാടക സംഘങ്ങളുമായും അതേപോലെ സജീവമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നാടകത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല വിനയ് സിനിമയിലേക്ക് വന്നത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികകാലമായിട്ടില്ല. ആ മധുവിധുവിൻ്റെ മധുരിമ മാറുന്നതിന് മുമ്പ് തന്നെ നിഷ്ഠൂരനായ ഈ സുഹൃത്ത് അദ്ദേഹത്തെ ആലുവയിൽ നടന്ന ഒരു നാടക കളരിയിൽ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹം സന്തോഷത്തോടെ പത്നി സമേതനായി അവിടെ വരികയും ആ കുട്ടികളോട് ദീർഘനേരം സംവദിക്കുകയും ചെയ്യുകയുണ്ടായി. വിനയ് അദ്ദേഹത്തിൻ്റെ അഭിനയ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മലയാളത്തിലെ എണ്ണപ്പെട്ട സംവിധായകനായ ശ്രീ ശ്യാമപ്രസാദ്, അദ്ദേഹത്തിൻ്റെ ഒരു കൾട്ട് മൂവി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു വിത്തുപാകിയ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഋതു എന്ന ചിത്രത്തിൽ 2009 വളരെ ശ്രദ്ധേയമായൊരു വേഷം നൽകുകയുണ്ടായി. അങ്ങനെയാണ് വിനയ് സിനിമയിലേക്ക് വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു. എനിക്ക് പക്ഷേ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഒരു നടനെന്ന രീതിയിൽ, പരിശീലകൻ എന്ന രീതിയിലൊക്കെ വിനയനെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇപ്പോൾ വിനയനത് ഓർമ്മയുണ്ടോയെന്നറിയില്ല, വിനയ് ഇങ്ങനെ ഒരു സംഘം കുട്ടികളെ, ഒരു ക്യാമ്പിലെ ഒരു സംഘം കുട്ടികളെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനയ് മുമ്പിൽ നിൽക്കുന്നു. വിനയുടെ മുഖം ഞാൻ കാണുന്നില്ല, ഞാൻ പിന്നിൽ നിൽക്കുകയാണ്. ഈ കുട്ടികളെല്ലാം വിനയുടെ ഒരു പൈറ്റ് പൈപ്പർ വന്നതെന്ന പോലെ അദ്ദേഹത്തിൻ്റെ കരചലനങ്ങൾക്കനുസരിച്ച് ഈ കുട്ടികളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിനയ് എങ്ങനെ നീങ്ങുന്നു അങ്ങനെ നീങ്ങും. പെട്ടെന്ന് വിനയ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വിനയുടെ മുഖത്തുണ്ടായിരുന്ന ഭാവം ഈ കുട്ടികളും ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് അത്രയും നേരം കണ്ട ഒരു വിനയ് ഫോർട്ടായിരുന്നില്ല. അപ്പം ഞാൻ അയാൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്രകാരന്മാർക്ക് മാത്രമല്ല പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അപ്രതീക്ഷിതമായ ചില ഭാവ വ്യത്യാസങ്ങളാണ്. അത് എപ്പോൾ വേണമെങ്കിലും നൽകാൻ കെൽപ്പുള്ള, ശേഷിയും ശേമുഷിയുമുള്ള, ബുദ്ധിയുള്ള ഒരു നടനാണ് വിനയ് എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട്. ഋതു എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെ
അത്തരം കൗശലം നിറഞ്ഞ ചില ഭാവഹാവാദികൾ ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. അത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. അന്നു മുതൽ തന്നെ ഇതാരാണ് ഈ ചെറുപ്പക്കാരൻ എന്നുള്ള ചോദ്യം കേരളത്തിലെ സിനിമാ പ്രേമികൾ ചോദിച്ചു തുടങ്ങിയിരുന്നു. ഒപ്പം മലയാളത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര സംവിധായകരും. അതിനിടയിൽ അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട വർക്ക് ഇന്ത്യൻ സിനിമയിലെ അത്രയ്ക്കധികം എന്താ പറയുക ജനപ്രിയനൊന്നും അല്ലാത്ത ഒരു ഫിലിം മേക്കറാണ് അനൂപ് കുര്യൻ. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFI ആദ്യമായി ഗോവയിൽ വന്ന വർഷം ഞാൻ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടൊരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അവിടെ പോയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ അനൂപ് കുര്യൻ്റെ ആദ്യത്തെ ചിത്രം മാനസരോവർ ഇന്ത്യൻ പനോരമയിലെ ഉദ്ഘാടന ചിത്രമായിരുന്നു. അന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയാണ്. ഈ അനൂപ് കുര്യൻ്റെ ബ്ലൂബെറി ഹണ്ട് എന്ന് പറയുന്ന സിനിമയിൽ, അതൊരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു. ആ ഇംഗ്ലീഷ് സിനിമയിൽ സമാദരണീയനായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സാക്ഷാൽ നസ്രുദ്ദീൻ ഷായോടൊപ്പവും മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ പൃഥ്വിരാജിനോടൊപ്പവും അഭിനയിച്ച ആൾ കൂടിയാണ് ശ്രീ വിനയ് ഫോർട്ട് എന്ന് അഭിമാനത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. അപൂർവരാഗം എന്ന സിനിമയിലെ കഥാപാത്രം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നിവിടെ വരേണ്ടിയിരുന്ന നാടക നടനും നാടക സംവിധായകനും സിനിമാ നടനും ചലച്ചിത്ര സംവിധായകനൊക്കെയായ ശ്രീ ജോയ് മാത്യുവിൻ്റെ പ്രഥമ സംവിധാന സംരംഭമായ ഷട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കഥാപാത്രം, ആ ഓട്ടോറിക്ഷ ഡ്രൈവർ, ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വിനയ് ഫോർട്ട് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടനായി മാറുന്നു. നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള പ്രിയൻ്റെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള സിനിമയിലും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടൊരു വേഷമായിരുന്നു. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന ജിജു അശോകൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട വേഷമുണ്ടായിരുന്നു. ആ 2 സിനിമകളിൽ അദ്ദേഹം ഒരു കള്ളനായിട്ടാണ് അഭിനയിച്ചത് എന്നുള്ളതും ഒരു തമാശയാണ്. വിനയ്യെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് വിനയുടെ ഒരു പോർട്ട്ഫോളിയോ എനിക്ക് തരികയുണ്ടായി. അതായത് അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, നാടക പ്രവർത്തകനായിരുന്ന കാലത്തൊക്കെ അഭിനയിച്ച കുറേ പെർഫോമൻസുകളുടെ ഒരു കൊളാഷ് ആയിരുന്നു അത്. അപ്പോൾ അതിൽ തന്നെ മലയാളം മാത്രമല്ല പല ഭാഷകളിലും, ഹിന്ദിയിൽ, മറാഠിയിൽ ഒക്കെ അദ്ദേഹം ചെയ്ത നാടകത്തിലെ ടെലിഫിലിമുകളിലൊക്കെ വേഷങ്ങൾ കോർത്തിണക്കിയ ഒരു മൊണ്ടാഷായിരുന്നു അത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയിലെ വൈവിധ്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എനിക്കും സജീവേട്ടനൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയിലെ നായക കഥാപാത്രമായ സിദ്ധാർത്ഥനെ അവതരിപ്പിച്ചത് ശ്രീ വിനയ് ഫോർട്ടാണ്. വളരെ ആ സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ദൈർഘ്യമുള്ള ഒരുപാട് പെർഫോമൻസസ്, പലതരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ഉള്ള ഒരു വലിയ കഥാപാത്രത്തെയാണ്, പല കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രത്തെയാണ് വിനയ് വളരെ ഭംഗിയായി ഏകാഗ്രതയോടെ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. പിന്നെ നമുക്കിപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ നമ്മളൊക്കെ കാണുന്നത് പോലെ വളരെ സിമ്പിളായി പവർഫുള്ളായി മാറിയ കഥ സമീപകാല ചരിത്രമാണ്. പ്രേമം എന്ന പ്രദർശന വിജയം നേടിയ, എല്ലാവരും ഒരുപക്ഷെ 1-2 അതിലധികമോ പ്രാവശ്യമോ കണ്ടിട്ടുള്ള ആ സിനിമയിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ വിമൽ സാർ ഈ നടനെ മലയാള സിനിമയിലെ അനിഷേധ്യമായ ഒരു സാന്നിധ്യമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പേരാണ് ഇതേപോലെ തന്നെ സുഹൃത്തും സഹോദര തുല്യനുമായ ശ്രീ ടൊവിനോയുടെ. ടൊവിനോയെ പരിചയപ്പെടുന്നതും സജീവേട്ടൻ്റെ പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ കാണുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ സിനിമാഭിനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിക്താനുഭവത്തിൻ്റെ കയ്പിലായിരുന്നു. എങ്കിലും എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നല്ലൊരു ജോലി, അദ്ദേഹം ടൊവിനോ ഒരു എൻജിനീയറിംഗ് ബിരുദധാരിയാണ്, ഒരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം
സിനിമയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു തിക്താനുഭവമായിരുന്നു. നമ്മൾ പ്രത്യേകിച്ചും കലാജീവിതത്തിലൊക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ ഓർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏതായാലും ടൊവിനോ എന്ന ചെറുപ്പക്കാരൻ പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയിലെ ഒരു വിപ്ലവകാരിയായ ചെഗുവേര സുധീന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമായി വന്നു. വളരെ മനോഹരമായി ആ വേഷം അദ്ദേഹം ചെയ്തു. അപ്പോൾ ടൊവിനോയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ടൊവിനോ തന്നെ ശ്രദ്ധിക്കുന്നോ എനിക്കറിയില്ല. ടൊവിനോ പല ദിവസവും വരുന്നത് പല ഹെയർ സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. ടൊവിനോ ഇന്ന് കാണുന്നവരായിരിക്കില്ല നാളെ കാണുക. ടൊവിനോ മീശ മാത്രം വെച്ച് വന്ന ടൊവിനോയ്ക്ക് ഒരു ഛായ ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഇത് ആവശ്യമുണ്ടായിരുന്നു. കാരണം ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹം ആദ്യം അതിൽ അഭിനയിക്കുന്നത്. പിന്നെ വളരെ പക്വതയുള്ള ഒരു ഇലക്ട്രിസിറ്റി KSEB ഒരു ഉദ്യോഗസ്ഥനാണ്. പിന്നെ അദ്ദേഹത്തെ കാണുന്ന നമ്മൾ KSEB ഒരു തൊഴിലാളി നേതാവും ഒക്കെ ആയിട്ടുള്ള ഒരാളായിട്ടാണ്. വളരെ പക്വതയുള്ള ഒരാൾ. ഈ സിനിമയുടെ കഥയെ ട്വിസ്റ്റ് ചെയ്യുന്ന, അതിനെ തിരിച്ചുവിടുന്ന ഒരു പ്രധാന സംഭവം ആസൂത്രണം ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ചെഗുവേര സുധീന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അന്ന് തന്നെ ആ സിനിമയിൽ തന്നെ ടൊവിനോയ്ക്ക് 2 ഗെറ്റപ്പിൽ അഭിനയിക്കേണ്ടിയിരുന്നു. ഒരു കോളേജ് കുമാരനായിട്ടും ഒരു പക്ഷേ ഒരു 30നും 40നും ഇടയ്ക്കൊക്കെ പ്രായമുള്ള ഒരാളായിട്ട് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യത്യാസം ശരീരഭാഷയിൽ, മുഖത്ത് ഒക്കെ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു നടനെ അന്നേ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ABCD എന്ന് പറയുന്ന മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഞാനും സജീവേട്ടനും കൂടി അത് ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ട ഒരു ടൊവിനോ തന്നെ ആയിരുന്നില്ല. ഒരു എന്താ പറയുക, ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. അതിനെന്തിനോടാണ് സാമ്യം എന്നൊക്കെ ആ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലെ ഒരു യുവ നേതാവായിട്ടുള്ള, വളരെ കുടില ബുദ്ധിയുള്ള, കൗശലക്കാരനായ, ഒരുപാട് തിന്മകൾ മനസ്സിലുള്ള, എന്നാൽ അസാമാന്യമായ എന്താ പറയണ ഉത്കർഷേച്ഛയും യശപ്രാർത്ഥിത്വവും ഒക്കെ കൈമുതലായിട്ടുള്ള സുന്ദരനായ ഒരു രാഷ്ട്രീയക്കാരൻ. അയാളെ അവതരിപ്പിക്കലായിരുന്നു ടൊവിനോയ്ക്ക് കിട്ടിയ ദൗത്യം. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ടൊവിനോയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭാവം, പക്ഷേ വളരെ ഭംഗിയായി എല്ലാ പ്രേക്ഷകരുടെയും വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ കഥാപാത്രത്തിന്, ടൊവിനോയ്ക്കല്ല, വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിൽ അല്പം ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടുകൂടി ആ വേഷം ടൊവിനോ അതിമനോഹരമായി ചെയ്തു. പിന്നീട് ടൊവിനോയും ആ സിനിമയോടുകൂടി തന്നെ ടൊവിനോ ആരാണെന്നുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. അദ്ദേഹം പിന്നീട് ചില സിനിമകളൊക്കെ അഭിനയിച്ചു, വലുതും ചെറുതുമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തു. എങ്കിലും ഇന്ന് ടൊവിനോ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പ്രേമം പോലെ തന്നെ മലയാളത്തിലെ എല്ലാ പ്രേക്ഷകരും പലവട്ടം കണ്ടിട്ടുള്ള എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ഒരുപക്ഷെ പൃഥ്വിരാജ് അവതരിപ്പിച്ച മൊയ്തീൻ എന്ന കഥാപാത്രത്തോളം തന്നെ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കുന്ന ആ വ്യഥിത കാമുകൻ്റെ വേഷമാണ്. അത് അതിമനോഹരമായി, വളരെ എന്താ പറയുക, വളരെ കൺവിൻസിങ് ആയി, പക്വതയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ടൊവിനോ നിർവഹിച്ചു എന്ന് പറയുന്നതിൽ ഒരു ചലച്ചിത്രാസ്വാദകൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും എന്താ പറയുക, നമ്മുടെ അടുത്ത ഇരിങ്ങാലക്കുടയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അപ്പോൾ ഈ തന്നെയല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ സജീവേടൻ്റെ സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ ഞാനൊരു ചെറിയ സിനിമ ചെയ്തു, ഓഗസ്റ്റ് ക്ലബ് എന്നുള്ള പേരിൽ. അധികാരം കണ്ടു കാണാനിടയില്ല. അതിലും അപ്പോൾ ഞാൻ അന്നേ തീരുമാനിച്ചിരുന്ന അതൊരു വേഷം, ഞാനത് വളരെ ഷോർട്ട് നോട്ടീസിലാണ് ടൊവിനോട് വിളിച്ച് പറഞ്ഞത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വന്നത് ഭംഗിയായി ചെയ്തു. അതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഈ 2 ചെറുപ്പക്കാരും ഇന്ന് മലയാള സിനിമയിലെ അനിഷേധ്യങ്ങളായ സാന്നിധ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ, അറിയുന്നതിൽ ഒരു സുഹൃത്തെന്ന രീതിയിലും ഒരു ചലച്ചിത്രാസ്വാദകൻ എന്ന രീതിയിലും എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് സംഭവബഹുലമായ, വർണ്ണശബളമായ ഒരു വലിയ അഭിനയ കാലഘട്ടമാണ്, അഭിനയ ജീവിതമാണ്. താരങ്ങളായി തീരുക എന്ന് പറയുന്നത് എല്ലാ നടന്മാരുടെയും സ്വപ്നമാണ്.
നമ്മുടെ സുഹൃത്തുക്കൾ കൂടി നമ്മുടെ പരിചയക്കാർ കൂടിയായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ താരങ്ങളായി തീരുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിക്കേണ്ടതാണ്. എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഈ മലയാളത്തിലെ ഈ താര സ്വഭാവം എന്ന് പറയുന്നത് അത്ര ആശാസ്യമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ചലച്ചിത്ര ജീവിതത്തിലെ അനിവാര്യതയാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഈ താര പകിട്ട് എന്ന് പറയുന്നത് അവരുടെ അഭിനയത്തെ ബാധിക്കാതിരിക്കട്ടെ. വളരെ പ്രകാശായമാനമായ പ്രസാദാത്മകമായ ശരീരഭാഷയുള്ള ഈ രണ്ട് യുവസുഹൃത്തുക്കളും മലയാള സിനിമയിൽ നിതാന്ത സാന്നിധ്യമായി ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾക്കെല്ലാവർക്കുമൊപ്പം ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.